ദൈവത്തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 22-ാം അധ്യായത്തിൽ ജോസിയായെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. ഇതിനു മുമ്പുള്ള രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനായി യഹോവയുടെ ആലയത്തിൽ പ്രവേശിച്ച് യഹോവയുടെ ഗ്രന്ഥം അദ്ദേഹം കണ്ടെടുക്കുകയും അത് വായിക്കുകയും വായിച്ചപ്പോൾ അദ്ദേഹം കരഞ്ഞ് തൻ്റെ വസ്ത്രം കീറുകയും വിലപിക്കുകയൊക്കെ ചെയ്ത കാര്യം നമ്മൾ കണ്ടു. കാരണം മോശയുടെ ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്ന ആ ഗ്രന്ഥം അനേക വർഷങ്ങളായി ഇതുവരെ കണ്ടെടുക്കുകയോ വായിക്കുകയോ ചെയ്തില്ല. അതിനകത്തെല്ലാം ബിംബാരാധനകളൊക്കെ നടത്തി ജനം മുന്നോട്ട് പോവുകയായിരുന്നു. ഈ 23-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ജോസിയായുടെ ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള നവീകരണം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം 2 രാജ്യങ്ങളിലുമുള്ള അല്ലെങ്കിൽ ജെറുസലേമിലും യഹൂദിയായിലുമുള്ള നേതാക്കന്മാരെ എല്ലാം അദ്ദേഹം ദേവാലയത്തിൽ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം യഹോവയുടെ ഗ്രന്ഥം അവിടെ മോശ മുഖാന്തരം ലഭിച്ചതായ ഗ്രന്ഥം അവിടെ വായിച്ച് കേൾപ്പിച്ചു. കാരണം ഇതിനു മുമ്പ് വന്ന ഒരു രാജാക്കന്മാരും ഈ രീതി അവിടെ ചെയ്തിട്ടില്ല. അവരെല്ലാം ഇതിനു മുമ്പുള്ള ആ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ചു പോവുകയായിരുന്നു. എന്നാൽ ജോസിയ അതിൽ നിന്ന് വ്യത്യസ്തനായി ആ ഗ്രന്ഥം വായിക്കുകയും അവിടെ വെച്ച് ദൈവസന്നിധിയിൽ വെച്ച് ദൈവത്തോട് അദ്ദേഹം ഒരു ഉടമ്പടി ചെയ്യുകയും ജനങ്ങളെല്ലാം ആ ഉടമ്പടിയിൽ പങ്കുചേരുകയും ചെയ്തതായി നമ്മളിവിടെ കാണുന്നുണ്ട്. പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം അദ്ദേഹം അവിടെ ഒന്നിച്ചു കൂട്ടിയിരുന്നു. എന്നിട്ടിനി നമ്മൾ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നുള്ള പ്രതിജ്ഞ അവിടെ വെച്ച് അവർ എടുക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ആ ദേവാലയത്തിലുണ്ടായിരുന്ന മറ്റ് പൂജാപാത്രങ്ങൾ എന്ന് പറഞ്ഞ മറ്റ് ദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടി ആ ദേവാലയത്തിനകത്താണ് മറ്റ് ബലിപീഠങ്ങൾ അവർ പണിയുകയും അതിന് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ആ പൂജാപാത്രങ്ങളൊക്കെ അദ്ദേഹം അവിടെ നിന്ന് കളക്ട് ചെയ്യിപ്പിച്ച് കെദ്രോൻ വയലിൽ കൊണ്ടുവന്ന് കത്തിച്ചതിൻ്റെ ചാരം വരെ അവിടെ നിന്ന് നീക്കിക്കളയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പരിപൂർണമായൊരു ശുദ്ധീകരണം ദേവാലയത്തിൽ അദ്ദേഹം അവിടെ നടത്തുകയാണ്. അതുപോലെ തന്നെ അന്യദൈവങ്ങൾക്കും ആകാശഗോളങ്ങൾക്കും ഉണ്ടാക്കിയ പൂജാപാത്രങ്ങൾ ഒക്കെ പുരോഹിതനായ ഹിൽക്കിയാവിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം എടുക്കുകയും അന്യദൈവങ്ങൾക്ക് ആകാശഗോളങ്ങൾക്ക് ധൂപാർച്ചന നടത്തിയവരെയെല്ലാം അദ്ദേഹം അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. അദ്ദേഹം ദേവാലയത്തിനകത്തുണ്ടായിരുന്ന സകല പ്രതിഷ്ഠകളും ദേവാലയത്തിന് പുറത്തു കൊണ്ടുവന്ന് കത്തിച്ച് അതെല്ലാം ഇല്ലായ്മ ചെയ്തു. അതുപോലെ തന്നെ നമ്മളിവിടെ വായിക്കുന്നു, ദേവപ്രീതിക്കായി ആലയത്തിൽ നടത്തി വന്നിരുന്ന പുരുഷ വേശ്യ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ആളുകളെയെല്ലാം അദ്ദേഹം അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുകയാണ്. അന്നത്തെ വളരെ മ്ലേച്ഛമായ രീതിയിലുണ്ടായിരുന്ന ഒരു രീതി നമുക്കിവിടെ കാണാൻ പറ്റും. പുരുഷ വേശ്യ പ്രവൃത്തി ദേവപ്രീതിക്കായി അത് നടത്തുന്നത് എവിടെയാണ്? ദേവാലയത്തിനുള്ളിലാണ്. അവിടെ മറ്റ് ബലിപീഠങ്ങൾ സ്ഥാപിച്ച് ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അത്രമാത്രം ജനം അധപ്പതിച്ചു പോയിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മോശയുടെ കാലം മുതൽ യഹോവയായ ദൈവം കൊടുത്ത കൽപ്പനകളെയൊക്കെ അവർ മറന്നു. അത് വായിക്കുകയോ ധ്യാനിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു വലിയ ഒരു കാലഘട്ടം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഇതിന് ശേഷം, അതായത് മോശയ്ക്ക് ശേഷം പിന്നെ വന്ന, അത് യോശുവയ്ക്ക് ശേഷം ന്യായാധിപന്മാരുടെ കാലത്തോ രാജാക്കന്മാരുടെ കാലത്തോ ഒന്നും അവർ ഇപ്രകാരമുള്ള ഒരു ശുദ്ധീകരണം അവർക്കാർക്ക് ഇത്രമാത്രം ശക്തിയോടെ ചെയ്യാൻ ഒരിക്കലും അവർക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുന്നു, പുത്രീപുത്രന്മാരെ മോളേക്കിന് ബലിയർപ്പിക്കുന്ന രീതി അദ്ദേഹം നിർത്തലാക്കി. അക്കാലം നടന്ന ഒരു രീതിയായിരുന്നത് പുത്രീപുത്രന്മാരെ യാഗമർപ്പിക്കുക. നമ്മൾ ആകാശ രാജാവ് വരെ അത് ചെയ്തതിന് മുമ്പ് നമ്മൾ കണ്ടതാണല്ലോ. അപ്പം അതിനെ അങ്ങനെയുള്ളതായ ആ വിജാതീയമായ എല്ലാ രീതികളും അവിടെ നിന്ന് അദ്ദേഹം നിർത്തലാക്കുകയാണ്.
അതിനുശേഷം അതിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ബഥേലിൽ ജെറോബെയാം സ്ഥാപിച്ച പൂജാഗിരികൾ അദ്ദേഹം ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ മറ്റ് ശവകുടീരങ്ങളിൽ നിന്ന് അസ്ഥികൾ കൊണ്ടുവന്ന് അതിനെയൊക്കെ അദ്ദേഹം അശുദ്ധമാക്കി കളയുകയും ചെയ്തതായി നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്താണ് ഒരു പ്രവാചകൻ്റെ ശവകുടീരം അദ്ദേഹം കാണുകയും അത് നശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ അദ്ദേഹം അവിടെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ് ഇതിനു മുൻപ് അനേക വർഷങ്ങളായി മുടങ്ങിക്കിടന്ന പെസഹ ആചരണം പുനഃസ്ഥാപിക്കുകയാണ്. മോശയുടെ നിയമപ്രകാരം യഹോവയായ ദൈവം മിസ്രയീം അടിമത്തിൽ നിന്ന് യഹോവയായ ദൈവം അവരെ വിടുവിച്ചതിൻ്റെ അനുസ്മരണമായി എല്ലാ വർഷവും പെസഹ ആചരിക്കണമെന്നുള്ള നിയമം വളരെ കർശനമായി മോശയ്ക്ക് പറയുകയും മോശ അത് ആരംഭിക്കുകയും അതിനുശേഷം എനിക്ക് തോന്നുന്നൊരു യോശുവയുടെ കാലം വരെ ഒക്കെ ഇത് നടന്നിട്ടുണ്ട്. അനുസരിച്ച് ന്യായാധിപന്മാരുടെ കാലത്തും രാജാക്കന്മാരുടെ കാലത്തും പെസഹ ആചരിച്ചിരുന്നില്ല എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. കാരണം അവർ ആ കാലം മുതലെല്ലാം അന്യദൈവങ്ങളുടെ ആരാധനയിലേക്ക് ഇസ്രായേൽ ജനം പോവുകയാണ് ചെയ്തത്. സത്യദൈവത്തെ അവർ മറന്ന് അന്യദൈവങ്ങളുടെ പിന്നാലെ അനേക നൂറ്റാണ്ടുകൾ അങ്ങനെ കടന്നു പോവുകയാണ്. എന്നാൽ ഈ ജോസിയ വന്നിട്ട് ആ പെസഹ അവിടെ പുനഃസ്ഥാപിക്കുകയാണ്. ഇനി എല്ലാവരും എല്ലാ വർഷവും പെസഹ ആചരിക്കണമെന്ന് പറഞ്ഞ് ആദ്യ പെസഹ അവിടെ ആചരിക്കുന്നതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യഹൂദിയായാലും ജെറുസലേമിലും ഒക്കെ ഉണ്ടായിരുന്ന ആഭിചാരകന്മാരെ, ശകുനക്കാരെ, അവരുടെ കുലവിഗ്രഹങ്ങളെല്ലാം അദ്ദേഹം അവിടെ നിന്ന് നശിപ്പിച്ച് കളയുകയാണ്. 25-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, മോശയുടെ ന്യായപ്രമാണ പ്രകാരം പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കർത്താവിനെ പിൻചെന്ന ഏകരാജാവായി ജോസിയെക്കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണത്തിലുണ്ടായിരുന്നല്ലോ, ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. ആ ദൈവികമായ സ്നേഹം, ആ യഹോവയോടുള്ള ആ സ്നേഹം വാസ്തവത്തിൽ ഇവിടെ പിന്നീട് കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കുന്നത് ഈ ജോസിയാണ്. ഇടയ്ക്ക് ചില രാജാക്കന്മാരൊക്കെ കുറേയൊക്കെ നീതിപൂർവ്വം ചെയ്തെങ്കിലും പൂർണ്ണമായി ഈ വിഗ്രഹങ്ങളെ നീക്കം ചെയ്യുവാനോ അപ്രകാരമുള്ളതായ ആ ഒരു ജാതീയമായ എല്ലാ മ്ലേച്ഛതകളും നീക്കം ചെയ്യാൻ അവർക്കാർക്കും സാധിച്ചിരുന്നില്ല. കാരണം അവിടെയുള്ള ജനങ്ങളുടെ സ്വാധീനവും മറ്റ് രാജാക്കന്മാരുടെ സ്വാധീനം മുഖാന്തരം അങ്ങനെ അവർക്ക് ചെയ്യേണ്ടതായി വന്നു. ജോസിയ രാജാവ് പൂർണ്ണമായ ഒരു ശുദ്ധീകരണം നടത്തുന്നതായി നമ്മളിവിടെ വായിക്കുന്നു. അവസാനം അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം ഇത് വധിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മകൻ യഹോവാഹാസ്, അതിനുശേഷം യഹോവയാക്കിയും അവർ രാജാക്കന്മാരാകുന്ന കാര്യം വരെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. പുതിയ നിയമവുമായി നമ്മളിതിനെ ബന്ധിപ്പിക്കുമ്പോൾ ഇത് ദേവാലയം നമ്മൾ തന്നെയാണ് ദേവാലയമെന്ന് പൗലോസ്ലീഹ പറയുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്ന് നിങ്ങൾ അറിയുന്നത് നിങ്ങളുടെ ആലയത്തെ വിശുദ്ധമായും ആരോഗ്യമായും കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലാണ് ഇന്ന് ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെയും എന്ന് പറയുന്നത്. ദൈവത്തെക്കാൾ അധികമായി എന്തിനെ നമ്മൾ സ്നേഹിക്കുന്നുവോ അതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഓരോ വിഗ്രഹങ്ങളാണ്. കർത്താവ് എന്നേക്കാൾ അധികം മകനെയോ മകളെയോ അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നതിന് യോഗ്യനല്ല എന്ന് കർത്താവ് പറഞ്ഞ് നമ്മൾ ഓർക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെയുള്ള ദുഷ്ടവിചാരങ്ങളെയും ദുശ്ചിന്തകളെയും ഇങ്ങനെയുള്ളതായ എല്ലാ വിഗ്രഹങ്ങളെയും നീക്കം ചെയ്ത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരണം. ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പുതിയ നിയമവുമായി ഇതിനെ ബന്ധിപ്പിച്ച് പരിശുദ്ധാത്മാവിൽ ഇതിനെപ്പറ്റി ചിന്തിച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.